കഥയെ ആരംഭിക്കുന്നത് ഒരു സോണോഗ്രാമിൽ നിന്നുമാണ്. സോണോഗ്രാമിൽ 2 കുട്ടികളെ കാണാം. എല്ലാം നോർമലായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. സോണോഗ്രാമിലെ ഒരു കുട്ടി വല്ലാതെ വെയേഡായി ബിഹേവ് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് വ്യക്തമാകുന്നത് അത് ഒരു ദുസ്വപ്നം മാത്രമായിരുന്നുവെന്ന്. കഥ അവിടെ നിന്നും മരിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയിലേക്ക് തിരിയുന്നു. മരിയ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അന്നവൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. കാര്യം മരിയയ്ക്ക് പാരന്റ്സ് കൂടെയുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അവളുടെ ജീവിതം എപ്പോഴും ഒറ്റപ്പെട്ടതുപോലായിരുന്നു. പതിവ് പോലെ മരിയ അന്ന് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തി. ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. വല്ലാതെ ടെൻഷൻ നിറഞ്ഞൊരു അന്തരീക്ഷം പോലെ ആ വീട് കാണപ്പെട്ടിരുന്നു. മരിയ വീട് വിട്ട് പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞതും അവൾ ഒരു സിഗരറ്റ് കത്തിച്ചു. അവളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു പെൺകുട്ടിയും വന്നു ചേർന്നു. ആ പെൺകുട്ടി മരിയയോട് എപ്പോഴും കുറച്ച് റൂഡായിട്ടാണ് പെരുമാറാറുള്ളത്. പക്ഷേ മരിയക്ക് അതൊക്കെ ശീലമായി കഴിഞ്ഞിരുന്നു. സ്കൂളിൽ എത്തിയാലും മരിയ ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാത്ത എപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നു. ആരും അവളെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിയിരുന്നേയില്ല. മരിയ പതിവ് പോലെ സ്കൂൾ ബസ്സിൽ കയറി. പക്ഷെ ബസ്സിലേക്ക് കയറിയതും പതിവ് പോലെ ബുള്ളിയിങ് അവൾ നേരിടാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും മരിയയെ ഉപദ്രവിക്കാൻ ആ ബുള്ളീസിനേറെ താല്പര്യമായിരുന്നു. മരിയക്ക് പേരിന് സുഹൃത്തെന്ന് പറയാൻ ഒരു പെൺകുട്ടിയുണ്ട്. പക്ഷേ അതും അത്ര ഗാഢമായ സൗഹൃദമൊന്നുമല്ല. ലില്ലി എന്നായിരുന്നു അവളുടെ പേര്. മരിയയോട് തണുപ്പം മട്ടിലാണ് ലില്ലി ഇടപഴകിയിരുന്നതെങ്കിലും മരിയക്കതൊക്കെ ശീലമായി കഴിഞ്ഞിരുന്നു. എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന് മരിയയെ ഉപയോഗിക്കുക മാത്രമായിരുന്നു ലില്ലി ചെയ്തിരുന്നത്. സ്കൂളിൽ മരിയ എപ്പോഴും ഹെഡ്ഫോൺ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കും. അല്ലെങ്കിൽ തനിച്ചെവിടെയെങ്കിലും മാറിയിരിക്കും. ഇതായിരുന്നു പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത്. ലില്ലി സ്കൂളിലെ ഒരു പോപ്പുലർ ഗേൾ ആണ്. ലില്ലിയെപ്പറ്റി ആലോചിക്കുമ്പോൾ മരിയക്ക് എപ്പോഴും ഒരു അസൂയ തോന്നിയിരുന്നു. സ്കൂളിലെ ഏവരും ലില്ലിയോട് സംസാരിക്കുകയും ലില്ലിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലില്ലിക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടുമുണ്ട്. ഷാൻ എന്നായിരുന്നു അവന്റെ പേര്. ഷാനിനോട് പണ്ട് തൊട്ടേ മരിയക്ക് ഒരു ക്രഷ് ഉള്ളതാണ്. ലില്ലിയുടെ ബോയ് ഫ്രണ്ടായിട്ടും ആ ക്രഷ് അവളിൽ നിന്ന് മാറിയിരുന്നില്ല. അതിന്റെ പേരിൽ ലില്ലിയോട് വരെ മരിയക്ക് ഇടയ്ക്കൊക്കെ കുശുമ്പ് തോന്നാറുണ്ട്. അന്നും മരിയ തിരികെ വീട്ടിലേക്ക് എത്തി. രാത്രിയിൽ പാരന്റ്സിന്റെ ഒപ്പം ഡിന്നർ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും മരിയ സൈലന്റായി ഒതുങ്ങിയാണ് നിൽക്കാറുള്ളത്. പാരന്റ്സിനൊപ്പമുള്ള ആ സമയം ചിലവിടലുമൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിന് ഒരു പ്രധാന കാരണവുമുണ്ട്. അവരുടെ ഫാമിലിയും അത്ര നോർമൽ അല്ല. അവളുടെ അച്ഛൻ ഡാൻ ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയ വ്യക്തി. പക്ഷേ എല്ലാത്തിലും ഉപരിയായി അയാൾ ഒരു പെണ്ണുപിടിയനാണ്. ഒരുപാട് ബന്ധങ്ങൾ അയാൾക്കുണ്ട്. മരിയയുടെ അമ്മ എമ്മിയാകട്ടെ ഇതൊക്കെ അറിഞ്ഞിട്ടും തനിക്കറിയില്ല എന്ന മട്ടിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന് ഇങ്ങനെ ബന്ധങ്ങളുണ്ട് എന്ന കാര്യം എമ്മി അംഗീകരിച്ചിട്ടേയില്ല. മരിയയുടെ അമ്മ എമ്മിയാകട്ടെ കുറച്ച് മെന്റലി അൺസ്റ്റേബിൾ ആണ്. രാത്രിയിൽ ഒരുപാട് ദുസ്വപ്നങ്ങൾ അവർ കാണാറുണ്ട്. പലപ്പോഴും ഒരേ സ്വപ്നമാണ് കാണുന്നതും. അന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കെ മരിയയുടെ അമ്മ എമ്മി തന്റെ ഫ്രണ്ട്സിനെ പറ്റിയും ഫ്രണ്ട്സിനൊപ്പമുള്ള പ്ലാനുകളെ പറ്റിയുമൊക്കെ സംസാരിച്ചു. മരിയ ഒക്കെ കേട്ടിരുന്നതേയുള്ളൂ. വൈകാതെ അവളുടെ പ്രോം വരികയായിരുന്നു. മരിയയെ എങ്ങനെയെങ്കിലും ഒരു പയ്യനൊപ്പം ഡേറ്റിംഗിലാക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടായിരുന്നു. വലിയ സോഷ്യൽ ലൈഫ് ഒന്നുമില്ലാതെ വീട്ടിലൊതുങ്ങിക്കൂടുന്ന മരിയയെ എങ്ങനെയെങ്കിലും അതിലേക്കൊക്കെ എത്തിക്കണം എന്നെമ്മി ആഗ്രഹിച്ചിരുന്നു. മരിയയോട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പ്രോംനേറ്റിൽ ഒരു പയ്യനൊപ്പം പോവാനും പറഞ്ഞതൊന്നും മരിയക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മയോട് അതൊക്കെ നിർത്തിക്കോളാൻ മരിയ പറഞ്ഞു. പക്ഷേ അതിൽ മരിയയുടെ അച്ഛൻ ഡാൻ ഇടപെടുകയാണ്. അതോടെ മരിയക്കൊന്നും പറയാൻ പറ്റാതായി. അവിടെ അവൾ കോർണറായി അവർ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതയായിട്ട് നിന്നു. പക്ഷേ അവളുടെ മേൽ ഓരോന്ന് പറഞ്ഞ് അവർ പ്രഷർ കൊടുക്കാൻ തുടങ്ങിയതും ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ട മരിയ അമ്മയോട് വഴക്കടിച്ച് തീന്മേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഡാൻ തന്റെ മകൾ മരിയയുടെ ഈ സ്വഭാവത്തെ പറ്റിയൊക്കെ ഒരുപാട് ആശങ്കാകുലനായിരുന്നു. കാരണം അയാൾ മകളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടൊന്നുമല്ല, മറിച്ച് മരിയയെ ഒരു നാണക്കേടായി സമൂഹത്തിനുള്ളിൽ തന്റെ മകളെന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടായിരുന്നു അയാൾ കരുതിയിരുന്നത്. ഇങ്ങനെ കൂട്ടുകാരില്ലാതെ സോഷ്യൽ ലൈഫ് ഇല്ലാതെ ഇവളുടെ ജീവിതം ഇത് എങ്ങോട്ടാ പോകുന്നത്, ഇവളെവിടെ എത്തിച്ചേരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഡാനിന്റെ സംസാരം മരിയയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. മരിയയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുകയും ചെയ്തു. അവൾ കരഞ്ഞോണ്ട് തന്റെ മുറിയിലേക്ക് പോയി. കണ്ണാടിക്ക് മുമ്പിൽ കുറച്ചു നേരം ദുഃഖിച്ചു നിന്നു. അപ്പോഴാണ് കണ്ണാടിയുടെ മറവിൽ നിന്ന് ഒരു സോണോഗ്രാം ഫോട്ടോ അവൾക്ക് കിട്ടുന്നത്. ഒരു ട്വിൻസിന്റെ സോണോഗ്രാം റിപ്പോർട്ടായിരുന്നു അത്. മരിയ അതിലേക്ക് നോക്കി. മരിയക്ക് ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മരിയ അത് അവഗണിച്ചു. പിന്നാലെ അവൾ ബാത്റൂമിലേക്ക് പോയി. ബാത്ടബിലിരുന്ന് കരയുകയും ഓരോന്ന് ചിന്തിച്ച് കുറച്ചു സമയം ചിലവഴിക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് മരിയയ്ക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം സംഭവിക്കുകയാണ്.
ബാത്ത് ചേർന്നുള്ള മിററിൽ അവളുടെ റിഫ്ലക്ഷൻ അഥവാ പ്രതിബിംബം ഉണ്ടായിരുന്നല്ലോ, അതവൾ അനങ്ങുന്ന പോലല്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരാൾ ചലിക്കുന്ന പോലെ. അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഭയന്നു വിറച്ചു. മരിയ പ്രേതത്തെ കണ്ട പോലെ ഭയന്നുകൊണ്ട് മുറിയിലേക്ക് ഓടി. അടുത്ത ദിവസം പുലർച്ചെ താൻ കണ്ടതിന്റെ പേടിയും മറ്റു കാര്യങ്ങളും കൊണ്ടുമൊക്കെ ആകവല്ലാതായ മരിയ പാരന്റ്സിന്റെ മുമ്പിലേക്ക് ചെന്നു. അവൾക്ക് അതിനെപ്പറ്റി സംസാരിക്കുകയും ഒരു സൊല്യൂഷൻ കിട്ടുകയും ഒക്കെ വേണമായിരുന്നു. ഡാന സമയം ഭക്ഷണം കഴിക്കുകയാണ്. എമിയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന തിരക്കിലും മരിയ എത്തിയതും മരിയക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നതിനു മുമ്പേ മരിയയുടെ രൂപത്തെയും വസ്ത്രധാരണത്തെയും ചീകാത്ത മുടിയെയും ഒക്കെ പറ്റി പറഞ്ഞ് ഡാൻ മരിയയെ അപമാനിക്കാനും മറ്റും ആരംഭിച്ചു. പോയി കുറച്ച് മേക്കപ്പെങ്കിലും ചെയ്തു വന്നുകൂടെ, പുറത്തേക്ക് പോകുന്നതല്ലേ എന്ന മട്ടിലുള്ള ഡാനിന്റെ സംസാരം മരിയയെ വല്ലാതെ ആഴത്തിൽ വിഷമിപ്പിച്ചു. നിനക്കിങ്ങനെ സ്കൂളിൽ പോവാൻ പറ്റില്ല, രാത്രി നീ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോയി മേക്കപ്പ് ചെയ്ത് മുഖമൊക്കെ വൃത്തിയാക്കി വാ എന്നവളുടെ അച്ഛൻ കട്ടായം പറഞ്ഞപ്പോൾ മരിയ നേരെ മേക്കപ്പ് ചെയ്യാനായി പുറപ്പെട്ടു. തന്റെ അച്ഛനും അമ്മയും തന്റെ പ്രോബ്ലംസ് കേൾക്കാൻ പോലുമുള്ള മനസ്ഥിതിയിലോ ഒന്നുമല്ലല്ലോ എന്നത് മരിയയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മരിയ അങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ പോയി മേക്കപ്പ് ചെയ്യാൻ ആരംഭിച്ചു. മരിയ കണ്ണാടിയിൽ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, റിഫ്ലക്ഷൻ ഒക്കെ നോർമലാണ്. പക്ഷെ മരിയ കണ്ണാടിയിൽ നോക്കാത്ത സമയത്ത് മരിയയുടെ റിഫ്ലക്ഷൻ അതിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. മരിയക്കാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാനോ കാണാനോ പറ്റിയതുമില്ല. അങ്ങനെ മരിയ തയ്യാറായി അന്നും പതിവ് പോലെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. സ്കൂൾ ബസ്സിന് വെളിയിൽ മരിയയെ എപ്പോഴും ബുള്ളി ചെയ്യാനേറെ ഇഷ്ടമുള്ള മാർക്ക് എന്ന പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. മരിയ നടന്നു വരുമ്പോഴേ വല്ലാത്തൊരു ചിരി അവന്റെ മുഖത്തുണ്ടായിരുന്നു. മരിയ അവനെ കണ്ട് ഒന്ന് ഭയക്കുന്നു പോലുമുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ അപ്പോഴാണ് തന്റെ പുതിയ കാറിൽ ലില്ലി അങ്ങോട്ടേക്ക് വന്നത്. മരിയയെ പിക്ക് ചെയ്ത് അവൾ അവിടുന്ന് സ്കൂളിലേക്ക് പോന്നു. വല്ലാത്തൊരു ആശ്വാസം മരിയക്ക് തോന്നിയിരുന്നു. മരിയയോട് എന്തായാലും പോകുന്ന വഴിക്ക് അവർ ലില്ലിയുടെ ബോയ്ഫ്രണ്ടായ ഷോണിന്റെ വീട്ടിലേക്ക് എത്തി. ഷോൺ വന്നതോടെ മരിയക്ക് പിൻസീറ്റിലേക്ക് മാറേണ്ടി വന്നു. അവരുടെ റിലേഷൻഷിപ്പ് കുശുമ്പോടെ അസൂയയോടെ മരിയ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അന്ന് സ്കൂളിലെത്തിയിട്ടും ലില്ലിക്കും ഷോണിനുമൊപ്പമായിരുന്നു മരിയ നടന്നിരുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവൾ ബുള്ളിയായ മാർക്കിന്റെ മുമ്പിലേക്ക് വന്നുവിട്ടു. മരിയയെ അവൻ താഴെ വീഴ്ത്തിയെന്ന് മാത്രമല്ല എല്ലാവരുടെയും കൂടെ കൂടി കളിയാക്കുകയും ചെയ്തു. ഷോൺ അത് കണ്ട് അതിൽ ഇടപെടുകയും മാർക്കുമായി വലിയൊരു ആർഗ്യുമെന്റിലേക്ക് കടക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടി ഷോൺ അങ്ങനെ ഇടപെട്ടത് മരിയയെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. അന്ന് സ്കൂൾ വിട്ട് പതിവ് പോലെ മരിയ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ അവൾക്ക് ദുഃഖവും ചെറിയ സന്തോഷവും ഒക്കെ തോന്നി. അന്നാണ് മരിയ വിചിത്രമായി ഒരു ശബ്ദം കൂടി കേൾക്കാൻ തുടങ്ങിയത്. ആദ്യം ഭയന്നവൾ പോന്നെങ്കിലും പിന്നീട് അത് എന്താണെന്ന് നോക്കാൻ അവൾ വീണ്ടും ബാത്റൂമിലേക്ക് ചെന്നു. ഇത്തവണ അവൾ ബാത്റൂം മിററിന്റെ മുമ്പിലെത്തി. മിററിലത സ്വന്തമായി ചലിക്കുന്ന അവളുടെ തന്നെ മറ്റൊരു റിഫ്ലക്ഷൻ. ഇത്തവണ അവളുടെ റിഫ്ലക്ഷൻ അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മരിയ വല്ലാതെ ഭയപ്പെട്ടു. ആ റിഫ്ലക്ഷൻ തന്നെ പരിചയപ്പെടുത്തിയത് ഐറം എന്ന പേരിലായിരുന്നു. മരിയയെയും ഐറമിനെയും കണ്ടാൽ ഐഡന്റിറ്റിക്കലായി തോന്നുമെങ്കിലും ഐറത്തിന്റെ ആറ്റിറ്റ്യൂഡിലും സ്വഭാവത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. ഐറം വളരെയധികം കോൺഫിഡന്റ് ആയി സെൽഫ് റെസ്പെക്റ്റോടെയൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഐറം എന്ന് മരിയയോട് സംസാരിച്ചു. താനെപ്പോഴും മരിയയുടെ കൂടെയുണ്ടെന്നും നിന്റെ ഒപ്പമുള്ള ഓരോ റിഫ്ലക്ഷനിലും ഞാനുണ്ടെന്നും ഐറം പറഞ്ഞു. ഇതൊക്കെ എന്താ, നീ എങ്ങനെ വന്നു എന്ന കാര്യമൊക്കെ മരിയ ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരങ്ങൾ ഐറത്തിൽ നിന്ന് മരിയക്ക് കിട്ടിയതേയില്ല. പക്ഷെ ഒരു കാര്യം ഐറം ചോദിച്ചു, മരിയ നിനക്കെന്താണ് വേണ്ടത്? മരിയയെ സന്തോഷവതിയാക്കാൻ തനിക്ക് സാധിക്കും എന്ന് ഐറം വിശ്വസിച്ചിരുന്നു. തന്റെ കഴിവിലും മറ്റും ഐറം കോൺഫിഡന്റ് ആയിരുന്നു. വല്ലാത്തൊരു സാഡിസ്റ്റിക് സ്വഭാവവും ഒപ്പം കോൺഫിഡൻസും ധൈര്യവും ഒക്കെയും ഐറത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതായത് പാവത്താനായ മരിയക്കില്ലാത്ത എല്ലാ സ്വഭാവ ഗുണങ്ങളും. മരിയ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഐറം പറഞ്ഞു, നിനക്കെന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിന് പ്രതികാരം ചെയ്യാൻ നിന്റെ കൂടെ നിൽക്കാൻ എന്നും ഞാനുണ്ടാകും. മരിയ ഐറത്തിനോട് പറഞ്ഞു, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയായിരിക്കുന്നു. ഉടൻ വന്നു ഐറത്തിന്റെ മറുപടി, ഞാനല്ല, നമ്മളാണ് ഭംഗിയായിട്ടുള്ളത്. ഐറത്തിന്റെ സംസാരവും അവൾക്ക് കൊടുക്കുന്ന കൺസിഡറേഷനുമൊക്കെ മരിയക്കേറെ ഇഷ്ടപ്പെട്ടു. ഐറവുമായുള്ള സംസാരം മരിയയിൽ പോസിറ്റീവ് ചേഞ്ചുകൾ കൊണ്ടുവന്നിരുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിനിരുന്നപ്പോൾ അവളുടെ പാരന്റ്സ് തന്നെ അത് നോട്ടീസ് ചെയ്തു. നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്നും നിന്നെപ്പറ്റി ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്നും അന്ന് ആദ്യമായി അവളുടെ അച്ഛൻ ഡാൻ അവളോട് പറഞ്ഞു. അന്ന് മരിയ പാരന്റ്സിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിച്ചു. വരാൻ പോകുന്ന പ്രോമിൽ താൻ പോകുന്നുണ്ട്. അത് കേട്ട് അവളുടെ പാരന്റ്സ് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. മരിയ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനും ആളുകളുമായി ഇടപെടുകാനും ഒക്കെ ശ്രമിച്ചു. മരിയയുടെ മാറ്റങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലില്ലിയോട് തന്നെ ഐസ് സ്കേറ്റിംഗ് പഠിപ്പിക്കാമോ എന്ന് മരിയ തിരക്കി. അവർക്കും മരിയയുടെ മാറ്റത്തിൽ ചെറിയൊരു അത്ഭുതം തോന്നി. എന്നിരുന്നാൽ തന്നെയും ഷോണിന്റെയും ലില്ലിയുടെയും റിലേഷൻഷിപ്പിൽ മരിയ ദുഃഖിതയായിരുന്നു. അവൾക്ക് അസൂയയുണ്ടായിരുന്നു. റിഫ്ലക്ഷനിലൂടെ ഐറം ഇതൊക്കെ നോക്കിക്കാണുന്നുമുണ്ട്. മരിയ തന്റെ അച്ഛൻ ഡാനിനൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാൻ തുടങ്ങി. അച്ഛന്റെ ക്ലിനിക്കിലേക്ക് അന്നവൾ പോയി. അവിടെ അച്ഛന്റെ ഒരു ലവർ വന്നിരുന്നു. അവളത് നോക്കി കാണുന്നുമുണ്ട്. അച്ഛനുമുള്ള ബന്ധം അത്ര നല്ലതല്ലെങ്കിലും ഒക്കെയൊന്ന് മേക്കപ്പ് ചെയ്യാൻ മരിയ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അച്ഛനൊപ്പം അവൾ അന്നൊരു സിനിമയ്ക്ക് പോയി. അന്ന് സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ മാർക്കിനും
സംഘത്തിനു മുമ്പിലേക്ക് മരിയയും അച്ഛനും വന്നു വിട്ടു. അച്ഛന്റെ മുമ്പിൽ വെച്ച് മരിയയും താനും സുഹൃത്തുക്കളാണ് എന്ന മട്ടിലൊക്കെ മാർക്ക് അവളുടെ അച്ഛനോട് സംസാരിച്ചു. കൂട്ടത്തിൽ മരിയയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അച്ഛന്റെ മുമ്പിൽ വെച്ച് വരെ മാർക്ക് മരിയയെ കളിയാക്കിയിരുന്നു. ഡാനിന് അത് വലിയ നാണക്കേടായിട്ടായിരുന്നു തോന്നിയത്. എന്തായാലും അന്ന് അവിടെ നിന്ന് കാറിൽ പോകുമ്പോൾ ഡാൻ മരിയയോട് സംസാരിച്ചു. ഞാൻ നിനക്ക് ഇത്തവണ ഒരു ബർത്ത്ഡേ പ്രസന്റ് തരുന്നുണ്ട്, അത് നേരത്തെ തരാനാ തീരുമാനിച്ചിരിക്കുന്നത്. മരിയയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അച്ഛൻ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അന്ന് രാത്രി മരിയ ഐറമിനടുക്കൽ സംസാരിക്കാൻ പോയി. സംസാരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം അച്ഛൻ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന കാര്യത്തിനായി അച്ഛന്റെ ക്ലിനിക്കിലേക്ക് അവൾ ചെല്ലുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അച്ഛൻ പറഞ്ഞ ബർത്ത്ഡേ ഗിഫ്റ്റ് അവൾക്കൊരു പ്ലാസ്റ്റിക് സർജറി ആയിരുന്നത്രേ. എല്ലാവരും അവളുടെ രൂപത്തെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവളെ പെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടി അയാൾ പ്ലാസ്റ്റിക് സർജറി നടത്താൻ തീരുമാനിച്ചിരുന്നു. തന്നെ അച്ഛൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നും തന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും കളവാണെന്നും ആ നിമിഷം മരിയ തിരിച്ചറിയുകയാണ്. ഹൃദയം തകർന്ന മരിയ അന്ന് രാത്രിയിൽ ഐറമിനോട് സംസാരിക്കാൻ ചെന്നു. തന്റെ ദുഃഖങ്ങൾ മരിയ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഐറത്തിനും എല്ലാവരോടും ദേഷ്യം തോന്നി. എന്ത് വില കൊടുത്തും മരിയയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു ചിന്തയൊക്കെ ഐറത്തിന് വന്നു. എന്തായാലും ഐറത്തിനൊപ്പമുള്ള സംസാരം കൊണ്ട് മരിയ കുറച്ച് സമാധാനത്തിലാകുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് മരിയയുടെ അമ്മ വന്നത്. ബാത്റൂമിൽ നിന്നുള്ള മരിയയുടെ സംസാരവും മറ്റും അമ്മ കേട്ടിരുന്നു. മകളുടെ കാര്യത്തിൽ എന്തോ നോർമൽ അല്ലല്ലോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നി. മരിയയുടെ അമ്മ എമ്മി അത് ചെന്ന് ഡാനിനടുക്കൽ പറഞ്ഞെങ്കിലും എല്ലാം കൊണ്ടും മടുത്തിരുന്ന ഡാൻ മരിയയുടെ ഒരു കാര്യത്തിലും താനിനി ഇടപെടാനില്ല എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അടുത്ത ദിവസം സ്കൂളിൽ മരിയയും ലില്ലിയും ഒന്നിച്ച് സ്കേറ്റിംഗ് ക്ലാസുകൾ ചെയ്തു. ലില്ലി മരിയയെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നതിനിടയിൽ മരിയ തന്നെ താഴെ വീണു. പക്ഷേ മരിയയെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ലില്ലി കളിയാക്കി മാറി നിന്നു. ലില്ലിയുടെ മനസ്സ് എത്രമേൽ ക്രൂരമാണ് എന്നാ നിമിഷം വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് അന്ന് നടന്ന ആ കാര്യങ്ങളടക്കം ഐറത്തിനോട് മരിയ ദുഃഖത്തോടെ പറഞ്ഞു. എല്ലാം കേട്ട് ഐറം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. നീ സ്പെഷ്യലാണെന്നും ഒരുപാട് സ്നേഹം നിനക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന് ഐറം മരിയയോട് പറഞ്ഞു. പക്ഷേ ഏറ്റവും മോശം കാര്യം സംഭവിച്ചത് പ്രോം നൈറ്റിന്റെ അന്നായിരുന്നു. മരിയ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ഡാൻസ് ചെയ്യാൻ സന്തോഷത്തോടെ കടന്നു ചെന്നു. പക്ഷേ അന്ന് ബുള്ളിയായ മാർക്ക് അവളെ ഉപദ്രവിക്കുകയും അവളെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. മരിയ അന്ന് ആകെ തകർന്നു പോയിരുന്നു. എല്ലാം കൊണ്ടും ഭയന്ന് തകർന്ന മരിയ അന്ന് പൊട്ടിക്കരനായിരുന്നു കണ്ണാടിക്ക് മുമ്പിലെത്തിയത്. ഇത്തവണ അവൾ ആ കണ്ണാടിയിൽ ഐറത്തിന്റെ പ്രതിബിംബത്തിൽ തൊട്ടു. അതോടെ പെട്ടെന്ന് അവിടെ ഒരു ക്യാരക്ടർ സ്വിച്ച് സംഭവിച്ചു. കണ്ണാടിക്കുള്ളിലുണ്ടായിരുന്ന ഐറം മരിയയുടെ ശരീരത്തിൽ കയറി. മരിയ കണ്ണാടിക്കുള്ളിലായി. ഇതേസമയം മറുവശത്ത് മരിയയുടെ അമ്മ എമിയാകട്ടെ താൻ പ്രസവിക്കുന്ന ഒരു സ്വപ്നം ഭീതിയോടെ കാണുകയായിരുന്നു. മരിയയുടെ ശരീരം ഐറത്തിന്റെ കൺട്രോളിലായതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറാൻ തുടങ്ങി. അവളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും വസ്ത്രധാരണവും ഒക്കെ മാറിയിരുന്നു. ഏവരും അതിശയത്തോടെ മരിയയെ നോക്കിക്കണ്ടു. പക്ഷെ അവർക്കാർക്കും അത് ഐറമാണെന്ന് അറിയില്ലല്ലോ. മാർക്ക് പതിവ് പോലെ മരിയയാണെന്ന് കരുതി ഐറത്തിനെ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഐറം അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കുമോ? നിനക്ക് ക്രഷ് ഉള്ളത് കൊണ്ടാണ് നീ എന്നെ എപ്പോഴും ബുള്ളി ചെയ്യാൻ നോക്കുന്നത് എന്ന മട്ടിൽ മാർക്കിനെ ഐറം അപമാനിച്ചു. പോരാത്തതിന് അവനെ നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരു കാര്യവും ഐറം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി. അതെന്തെന്നാൽ അച്ഛൻ ഒരുപാട് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒക്കെ അറിഞ്ഞിട്ടും താനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ അമ്മ ഒളിച്ചു കഴിയുകയായിരുന്നല്ലോ. ആ അമ്മയെ കൃത്യമായി പ്ലാൻ ചെയ്ത് അച്ഛൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസരത്തിലേക്ക് കൊണ്ടെത്തിച്ചു. കൺമുമ്പിൽ കണ്ട കാഴ്ച അമ്മയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഒളിച്ചു ജീവിക്കുന്ന അമ്മയെ അതിൽ നിന്ന് പുറത്തു ചാടിക്കലായിരുന്നു ഐറത്തിന്റെ പദ്ധതി. ഐറത്തിന്റെ ഈ പ്രവൃത്തികളൊക്കെ മരിയ വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഇതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ മരിയ ഐറത്തിനോട് ഒക്കെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. അവരൊക്കെ നിന്നോട് ചെയ്തതിന് അനുഭവിക്കാനിരിക്കുന്നേയുള്ളൂ എന്നായിരുന്നു ഐറത്തിന്റെ മറുപടി. മാർക്കിന് നല്ലൊരു പണി കൊടുക്കാൻ ഐറം തീരുമാനിച്ചിരുന്നു. വിദഗ്ധമായി മാർക്കിനെ കുടുക്കിയ ഐറം അവന്റെ കാല് തല്ലി ഒടിച്ചു. തെളിവുകളൊന്നും അവശേഷിക്കാത്ത രീതിയിൽ നല്ല പണി അവന് കൊടുക്കുകയും ചെയ്തു. ബുള്ളിയായ അവൻ ഒരിക്കലും അത് പുറത്തു പറയില്ലല്ലോ. ഇതിനിടയിൽ ഐറം സ്വയം സ്കേറ്റ് ചെയ്ത് ഐസ് സ്കേറ്റിംഗ് പഠിച്ചിരുന്നു. ഒരു ദിവസം ലില്ലിക്കൊപ്പം ക്ലാസ്സിനെന്ന് പറഞ്ഞ് ഐറം കൂടെ ചെന്നു. അന്ന് സ്കേറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് ചുറ്റിലും സ്കേറ്റ് ചെയ്ത് ലില്ലിയെ ഭയപ്പെടുത്തി അവൾ താഴെ വീഴ്ത്തി. തെന്നി വീണ ലില്ലിയുടെ തല അവിടെ ഒരിടത്ത് കൊണ്ടടിച്ചിരുന്നു. ആ അപകടത്തിൽ ലില്ലി കൊല്ലപ്പെട്ടു. അന്ന് രാത്രിയിൽ വിവരമൊക്കെ അറിഞ്ഞ മരിയ വല്ലാതെ പാനിക്കായിരുന്നു. ഇതൊന്നും ശരിയല്ല എന്നവൾ
ഐറത്തോട് പറഞ്ഞു. പക്ഷേ ഐറത്തിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. നമുക്ക് സ്വിച്ച് ബാക്ക് ചെയ്യാമെന്നും എന്റെ ശരീരം എനിക്ക് തരാനും മരിയ ആവശ്യപ്പെട്ടെങ്കിലും ഐറം അതിന് തയ്യാറായില്ല. തന്റെ പ്ലാനുമായി മുമ്പോട്ട് പോവാനായിരുന്നു ഐറം പദ്ധതിയിട്ടിരുന്നത്. എന്തായാലും ലില്ലിയുടെ മരണത്തിന് ശേഷം ഐറം വിദഗ്ധമായി കളിച്ചു. ഷോണുമായി അടുപ്പത്തിലാവുകയും ഷോണിനെ വളച്ചെടുക്കുകയും ചെയ്തു. അവരങ്ങനെ ഡേറ്റ് ചെയ്യാനും മറ്റും തുടങ്ങി. മൊത്തത്തിൽ അവളിൽ മാറ്റങ്ങൾ കാണാമായിരുന്നു. അവൾ സിഗരറ്റ് വലിക്കുകയും കഞ്ചാവ് ഉപയോഗിക്കുകയും വെള്ളമടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഷോണും ഐറമും ഒന്നിച്ച ഒരു മോട്ടലിൽ സമയം ചെലവഴിക്കെ ഷോണിനൊരു ഫോൺ കോൾ വന്നു. പോലീസിൽ നിന്നായിരുന്നു അത്. ഷോണിനെയും ഐറത്തിനെയും ചോദ്യം ചെയ്യണം, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പോലീസ് പറഞ്ഞു. ഷോൺ അതിന് ഓക്കെയായിരുന്നു. അവനക്കാര്യം ഐറത്തോട് പറഞ്ഞപ്പോൾ ഐറം ഭയപ്പെടുന്നത് ഷോൺ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ഷോൺ പോലീസിന് മുമ്പിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഐറം അതോടെ കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങി. തന്റെ ഒപ്പം സ്റ്റേഷനിൽ വരാൻ ഷോൺ മരിയയെ വിളിച്ചു. നിർബന്ധിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. അവർ തമ്മിൽ ചെറിയ തരത്തിൽ ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഐറം ഒരു ബോട്ടിലെടുത്ത് അവന്റെ തലക്കടിച്ചു വീഴ്ത്തി. ആ വീഴ്ചയിൽ അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഐറം അത് വേണമെന്ന് വെച്ച് ചെയ്തതല്ലെങ്കിലും അത് സംഭവിച്ചു പോയിരുന്നു. ഐറത്തിനുള്ളിൽ വേദന തങ്ങി. അവൾ മുറിയിലേക്ക് കടന്നു ചെന്നു. കണ്ണാടിയിൽ മരിയ അതൊക്കെ നോക്കിക്കണ്ടിരുന്നു. ഇരുവരും വേദനയോടെ കരയാൻ തുടങ്ങി. എന്തു ചെയ്യുമെന്ന് ഇരുവർക്കും ഒരു പിടുത്തവുമുണ്ടായിരുന്നില്ല. മരിയയും ഐറമും ആകെ തകർന്നു പോയിരുന്നു. മറുവശത്ത് മരിയയുടെ അമ്മ എമ്മിയാകട്ടെ താൻ ജന്മം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. വൈകാതെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. യാഥാർത്ഥ്യത്തിൽ മരിയ ജനിച്ചപ്പോൾ ട്വിൻസായിട്ടായിരുന്നു അവൾ ജനിച്ചത്. ഐറവും അവളുടെ ഒപ്പം ജന്മം കൊണ്ടിരുന്നു. പക്ഷേ ഐറത്തിന്റെ രൂപഭാവങ്ങൾ നല്ല രീതിയിലായിരുന്നില്ല. കാണാൻ അത്ര ഭംഗിയൊന്നുമുണ്ടായിരുന്നില്ല. അതിൽ കലിപൂണ്ട പെർഫെക്ഷനിസ്റ്റായ നല്ല ഭംഗിയുള്ള മകൾ വേണം എന്നെപ്പോഴും ആഗ്രഹിച്ചിരുന്ന മരിയയുടെ അച്ഛൻ ഡാൻ ജനിച്ചപ്പോൾ തന്നെ ഐറത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. എമി അന്ന് ഒരുപാട് അപേക്ഷിച്ചെങ്കിലും ഡാൻ ആ കടുങ്കൈ ചെയ്തു. എമിക്കൊരിക്കലും അതിന്റെ പേരിൽ ഡാനിനോട് ക്ഷമിക്കാനേ പറ്റുമായിരുന്നില്ല. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. തന്റെ പ്ലാൻ പൂർത്തിയാക്കാൻ ഐറം തീരുമാനിച്ചിരുന്നു. ഐറം അന്ന് അവിടെ നിന്നിറങ്ങി നേരെ ഡാനിന്റെ വർക്ക് പ്ലേസിലേക്ക് ചെന്നു. അന്ന് തന്റെ അച്ഛന്റെ മുമ്പിലെത്തിയ ഐറം അച്ഛനോട് അച്ഛനെ പേടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, തന്നെ കാണാൻ കൊള്ളാതിരുന്നാൽ, മോശമായിട്ടിരുന്നാൽ അച്ഛൻ തന്നെ ഇഷ്ടപ്പെടുമായിരുന്നോ, തന്നെ സ്നേഹിക്കുമായിരുന്നോ? എന്താണ് പെട്ടെന്ന് അവളിൽ അങ്ങനെ ഒരു ഭാവമാറ്റം? അവൾ എന്താണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് ഡാൻ അല്പം കൺഫ്യൂസ്ഡ് ആയെങ്കിലും താൻ സ്നേഹിക്കും എന്നയാൾ കളവ് പറഞ്ഞു. കളവ് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നോട് ചെയ്തതിന്റെ ക്രൂരതയ്ക്ക് ഐറം ഒട്ടും മടിക്കാതെ അച്ഛന്റെ കഴുത്തറുത്തു. ജനിച്ചപ്പോഴേ തന്റെ ശരീരം ഇല്ലാതാക്കിയ അച്ഛനോടുള്ള പ്രതികാരം ഐറം അവിടെ തീർക്കുകയായിരുന്നു. പിന്നാലെ മരിയയെ കാണാൻ അവൾ കണ്ണാടിക്ക് മുമ്പിലെത്തിയെങ്കിലും മരിയയെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഐറമാകെ വല്ലാതായി. അവൾ അവിടെ നിന്നിറങ്ങി നേരെ തന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു. മരിയ എവിടെ പോയെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ പ്രേക്ഷകർക്ക് കാര്യം വ്യക്തമാകുന്നു. ഐറത്തിന്റെയും മരിയയുടെയും ആത്മാവ് ഒരേ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. രണ്ടുപേരും ഒരേ അളവിൽ ഇപ്പോൾ ആ ശരീരത്തിലുണ്ട്. അവരുടെ ഫ്യൂച്ചർ എന്താകും എന്ന് പറഞ്ഞു വെക്കാതെ മിക്കവാറും ഒരു രണ്ടാം ഭാഗം ഉദ്ദേശിച്ചാകണം ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.